തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാകത്തില്ല. കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം സ്ഥിതി ചെയ്യുന്ന വിശ്വപ്രശസ്തമായുള്ള മഹാവിഷ്ണു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ഒരു കാലത്ത് തിരുവനന്തപുരം നഗരത്തെ തിരു അനന്തപുരം എന്നാണ് വിളിച്ചിരുന്നത്. അനന്തത്തിൽ ശേഷിക്കുന്ന ശ്രീ പത്മനാഭൻ്റെ മണ്ണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ കാലങ്ങൾക്ക് ശേഷം തിരു അനന്തപുരം തിരുവനന്തപുരമായി മാറി. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ കുലദൈവമാണ് ശ്രീ പത്മനാഭ സ്വാമി. രാജ്യവും സമ്പത്തും ശ്രീ പത്മനാഭന് കാഴ്ചവെച്ചിട്ട് ശ്രീ പത്മനാഭൻ്റെ ദാസന്മാരായിട്ടാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ രാജ്യം ഭരിച്ചു വന്നത് തന്നെ എന്നാണ് അറിയപ്പെടുന്നത്. ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റോഷൻ മോഹൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വെച്ചാൽ തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാവർക്കും ഈ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ പത്മനാഭൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി തുടർന്ന് ബ്ലോഗ് എല്ലാവർക്കും കാണേണ്ടതാണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ കഥ ഇങ്ങനെയാണ്. തുളു സന്യാസിയായ ദിവാകരൻ മുനി വിഷ്ണു പദത്തിൽ ലയിക്കാൻ കഠിന തപസ് ചെയ്തു. ഓം നമോ നാരായണ മന്ത്രജപത്തോടെ ദിവാകര മുനി മഹാവിഷ്ണുവിൻ്റെ രൂപം മനസ്സിൽ നിറച്ചു. കുറേ അധിക കാലം തപസ് തുടർന്നു. തപസ്സിൽ പ്രസന്നയായ മഹാവിഷ്ണു ഒരു ബാലൻ്റെ രൂപത്തിൽ ദിവാകരൻ മുനിയുടെ അടുത്തു വന്നു. വിഷ്ണുവിൻ്റെ മായയാൽ ദിവാകര മുനി ആ ബാലൻ ഭഗവാൻ നാരായണൻ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പൂജ നടത്തുന്ന സമയത്ത് ആ ബാലൻ സ്ഥിരമായി വരുമായിരുന്നു. ബാലൻ്റെ ദർശനം ദിവാകര മുനിക്ക് വളരെയധികം ആനന്ദകരമായിരുന്നു. ബാലൻ പലപ്പോഴും വികൃതി കാണിക്കുമായിരുന്നു. ഒരു ദിവസം ബാലൻ്റെ വികൃതി അതിർവിട്ടുപോയി. മഹാവിഷ്ണുവിൻ്റെ പൂജിച്ചിരുന്ന സാളഗ്രാമം ബാലൻ തൻ്റെ വായ്ക്കുള്ളിൽ എടുത്തിട്ടു. സാളഗ്രാമം അശുദ്ധിയാക്കിയതിൻ്റെ പേരിൽ ദിവാകര മുനിക്ക് ഇത് കണ്ട് സഹിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ കോപം കൊണ്ട് നിറഞ്ഞ് ബാലനെ ശകാരിച്ചു. ശകാരം കേട്ടു ബാലൻ പറഞ്ഞു, ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. ഇനി എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അനന്തം കാട്ടിൽ വരണം. അത് പറഞ്ഞിട്ട് ആ ബാലൻ അവിടെ നിന്ന് പോയി. കുറച്ചു കഴിഞ്ഞ് മുനിയുടെ ദേഷ്യവും മാറിയതിനു ശേഷം ബാലനെ തേടി ഇറങ്ങി. ബാലനെ അവിടെയൊന്നും കണ്ടില്ല. ബാലൻ്റെ വാക്കുകൾ മുനിക്ക് വളരെയധികം വിഷമമുണ്ടാക്കി. ബാലൻ പറഞ്ഞ പോലെ അനന്തം കാട് തേടി മുനി ഇറങ്ങി. ഒരുപാട് അലഞ്ഞു, അന്വേഷിച്ചു. അനന്തം കാട് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. തളർന്ന് ക്ഷീണിതനായി ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി മുനി ഇരുന്നപ്പോൾ ഒരു പുലസ്ത്രീ തൻ്റെ കുഞ്ഞിനെ ശകാരിക്കുന്നത് കേട്ടു. ഇനി നീ വികൃതി കാണിച്ചാൽ അനന്തം കാട്ടിൽ വലിച്ചെറിയുമെന്ന്. അത് കേട്ട് മുനി ചോദിച്ചു, അനന്തം കാട് എവിടെയാണ്? ആ പുലസ്ത്രീ മുനിയെ അനന്തംകാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് മുനി കണ്ടത് അനന്തശലഭത്തിൽ പള്ളി കൊള്ളുന്ന ശ്രീ പത്മനാഭ സ്വാമി ആണ് കണ്ടത്. ആ ദിവ്യ ദർശനം ലഭിച്ച മുനിക്ക് മനസ്സിലായി തൻ്റെ അടുത്ത് ബാലനായി വന്നത് ശ്രീ പത്മനാഭ സ്വാമിയാണ് എന്ന്. തൻ്റെ ഭക്തന് ദർശനം നൽകിയിട്ടാണ് ശ്രീ പത്മനാഭ സ്വാമി അപ്രത്യക്ഷനായത്. എന്നാൽ ഭഗവാന്റെ ദിവ്യദർശനം വീണ്ടും ലഭിക്കുവാൻ മുനി അവിടെ തപസ് ചെയ്തു. ദീർഘനാൾ തപസ് അനുഷ്ഠിച്ചപ്പോൾ മഹാവിഷ്ണു വീണ്ടും അനന്തശൈലി രൂപത്തിൽ മുനിയുടെ മുന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ ശിരസ് തിരുവല്ലത്തും പാദങ്ങൾ തൃപ്പാപ്പൂരവും ഭൂരഭാഗവും ഇന്ന് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തും കാണപ്പെട്ടു. ഭഗവാന്റെ അത്ര വലിപ്പമുള്ള രൂപം പൂർണ്ണമായി ദർശിക്കാൻ മുനിക്ക് കഴിഞ്ഞില്ല. അതിനാൽ തൻ്റെ നേത്രങ്ങൾ കൊണ്ട് ദർശിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള രൂപം സ്വീകരിക്കണമേ എന്ന് മുനി പ്രാർത്ഥിച്ചു. ഈ അഭ്യർത്ഥന മാനിച്ചു ഭഗവാൻ ഭക്തന് ദർശിക്കാൻ സാധിക്കുന്ന വലിപ്പത്തിൽ ഇന്ന് കാണുന്ന രൂപം സ്വീകരിച്ചു. എന്നാൽ ദിവാകര മുനിയുമല്ല വലിയമംഗലവുമാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം സ്ഥാപിതമാകാൻ കാരണമെന്നും പറയുന്നു. വലിയമംഗലത്തിൻ്റെ കഥ ഇങ്ങനെയായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായ വലിയമംഗലം ഒരിക്കൽ ഗുരുവായൂരപ്പന് ശംഖാഭിഷേകം നടത്തുകയായിരുന്നു. ആ സമയത്ത് ഭക്തവത്സനായ ഭഗവാൻ പിന്നിലൂടെ വന്ന് കണ്ണു പൊത്തിപ്പിടിച്ചു. ദേഷ്യം വന്ന് വലിയമംഗലം ആളറിയാതെ കണ്ണു പൊത്തിപ്പിടിച്ചതിന് ദേഷ്യപ്പെട്ടു. ഉടൻ ഭഗവാൻ അവിടം വിട്ട് അനന്തകാട്ടിലേക്ക് പോയി. ഇതറിഞ്ഞ് വിഷമാവസ്ഥയിലായ വലിയമംഗലം ഭഗവാനെ തേടി ഇറങ്ങി. ഭഗവാനെ തേടി അനന്തകാട്ടിലെത്തി. വലിയമംഗലത്തിന് ആനന്ദശൈലനായ ശ്രീ പത്മനാഭ സ്വാമിയുടെ ദർശനം ലഭിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാലും ഈ കഥയിൽ ഒരു പുലി സ്ത്രീയുടെ സാന്നിധ്യമുണ്ട്.
ഈ സ്ത്രീയാണ് വലിയ മംഗലത്തെ അനന്തകാട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് എന്നാണ് ഈ പുലി സ്ത്രീയെക്കുറിച്ച് ഈ കഥയിൽ അറിയപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമിയുടെ ദർശനം ലഭിച്ച സ്ഥലത്ത് വിഗ്രഹം സ്ഥാപിക്കപ്പെടുകയും അവിടെ ഒരു മഹാക്ഷേത്രം ഉയരുകയും ചെയ്തു. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയാണ് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം പുനർദ്ധരിച്ചത്. തമിഴ് ശൈലിയിൽ നിർമ്മിച്ച 7 നില ഗോപുരത്തിൻ്റെ 5 നിലകളും പണി കഴിപ്പിച്ചത് മഹാരാജാവായ മാർത്താണ്ഡവർമ്മ അദ്ദേഹമായിരുന്നു. ഭാരതത്തിലെ 108 വൈഷ്ണവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പന്നമുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. അതുപോലെ തന്നെ കോടിക്കണക്കിന് നിധിശേഖരണങ്ങളാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ നിലവറകളിൽ ഉള്ളത് തന്നെ. അതുപോലെ തന്നെ ലോകത്തിൻ്റെ കോണുകളിൽ നിന്ന് 10,000 കണക്കിന് ഭക്തന്മാരാണ് ശ്രീ പത്മനാഭ സ്വാമിയുടെ ദർശനത്തിനായി വരുന്നത്.